ദുരാത്മാവെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉപദ്രവമായി തോന്നുന്ന ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുക, ഉപദ്രവമായി ഫീൽ ചെയ്യുക, അതാണ് ദുരാത്മാവെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളത് കൂടുതലും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അതിനകത്ത് ആരെങ്കിലും സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത്തരം വർത്തമാനങ്ങളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് സ്വാധീനിക്കും. അപ്പോൾ അതിൽ ദുർബലമായിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയെ അവരത് ഫോളോ ചെയ്യും. ആ വീടുമായി ബന്ധമുള്ള ആ ഒരു അവസാന സമയം ആ ആളിനെ ചെന്ന് കാണുന്ന നിമിഷം വരെ കാണുള്ളൂ. ഈ കുട്ടികളാകുമ്പോൾ അവരുടെ ടോയ്സിൽ അത്തരം ടോയ്സുകൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടുകയോ വെറുതെ കിട്ടുമ്പം കൊണ്ടുവയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പുലിവാലാകും. നമസ്കാരം. പോസിറ്റീവ് നെഗറ്റീവ് എനർജികൾ എല്ലായിടത്തുമുണ്ട്. അത്തരം എനർജികളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേണു വടുവത്ത്. നമസ്കാരം. നമസ്കാരം ചേട്ടാ, വീടിനുള്ളിൽ ഈ ആത്മാക്കളുടെ സാമീപ്യം അങ്ങനെ ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും. അത് ചില വീടുകളിൽ ചില ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ട്. ഈ ദുരാത്മാവാണോ അല്ലെങ്കിൽ നല്ല ആത്മാവാണോ? ദുരാത്മാവെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉപദ്രവമായി തോന്നുന്ന ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുക, ഉപദ്രവമായി ഫീൽ ചെയ്യുക, അതാണ് ദുരാത്മാവെന്ന് പറയുന്നത്. ആത്മാവ് സ്വഭാവം മാറുമ്പോഴാണ് ഈ ദുരാത്മാവ് എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. നല്ലതുമുണ്ട്, പക്ഷേ നല്ലതിനെ നമുക്ക് അതിനുള്ളിൽ അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഇങ്ങനെയുള്ള ഈ ദുരാത്മാവെന്ന് പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യം ആ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ അത് പല രീതിയിലും ആ വീട്ടിലുള്ളവരെ സ്വാധീനിക്കും. ഇപ്പോൾ നമുക്ക് തോന്നും, പുറത്തു നോക്കിക്കഴിയുമ്പോൾ സാധാരണ ആ വീട്ടിൽ ഒരു കുഴപ്പവുമില്ല, അന്നത്തിനോ ധനത്തിനോ ജോലിക്കോ ഒന്നിനും ഒരു കുറവ് കാണില്ല. പക്ഷേ വീട്ടിൽ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അതൊരു വഴക്കിൽ കലാശിക്കുന്ന ഒരവസ്ഥ വരും. വഴക്കിൽ കലാശിച്ചാൽ പ്രശ്നമാണ്. എല്ലാം അങ്ങനെയല്ല, ചിലതൊക്കെ ഈ വഴക്കിൽ കലാശിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അവർ അത് പുറത്തുനിന്നായിരുന്നാലും അവരുടെ ഉള്ളിൽ തന്നെ അവർ അന്വേഷിച്ചിരുന്നാലും ശരി തന്നെ, അന്വേഷിച്ച് കഴിഞ്ഞാൽ കാര്യമായി ഒന്നും തന്നെ ഇല്ല, നിസ്സാര കാര്യങ്ങളായിരിക്കാം. അതൊരു വഴക്കിൻ്റെ അവസ്ഥയിൽ പോകേണ്ട കാര്യവുമില്ല. പക്ഷേ അത് ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുമ്പോൾ അതൊരു വലിയ വഴക്കിലേക്ക് ചെന്ന് സമാപിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്ന അവരുടെ ഇടയിലാണോ ഈ ഭാര്യ ഭർത്താക്കന്മാരിലും ഉണ്ട്, അല്ലാതെ കുടുംബമായിട്ട് അച്ഛൻ അമ്മ മക്കൾ എല്ലാം കൂടെ ചേർന്ന് ജീവിക്കുന്ന അന്തരീക്ഷത്തിലും ഉണ്ട്, കൂട്ടുകുടുംബത്തിലും. പക്ഷെ അവർക്കൊന്നും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ആകെയുള്ളൊരു കുറവ് ഇതായിരിക്കും, സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അതിനെ വളച്ചൊടിച്ചൊരു വലിയൊരു വിപത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളത് കൂടുതലും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അതിനകത്ത് ആരെങ്കിലും സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത്തരം വർത്തമാനങ്ങളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് സ്വാധീനിക്കും. അപ്പോൾ അതിൽ ദുർബലമായിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയെ അവരത് ഫോളോ ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ദുർബലമാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വീട്ടുകാർ? ദുർബലമാവുന്ന മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പിണങ്ങുക, പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് കരയുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സുള്ള ആൾക്കാരെ ഇത്തരം എനർജി സ്വാധീനിക്കാൻ കൂടുതൽ എളുപ്പമാണ്. ഇത് എവിടെയൊക്കെ വെച്ചാണ് ഇത്തരം എനർജികൾ ഈ വ്യക്തികളെ സ്വാധീനിക്കുന്നത്? അത് ചിലപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. എങ്ങനെയാണ് വീട്ടിനകത്ത് ഉള്ള എനർജിയെ നമുക്കത് പെട്ടെന്ന് സാധാരണ വീട്ടിനുള്ളിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാര്യം നിരന്തരം നമ്മൾ അവിടെ താമസിക്കും, കാര്യങ്ങളും ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് പല രീതിയിലായിരിക്കാം അതിനകത്ത് വരുന്നത്. ഒന്നുകിൽ ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, അതല്ല എങ്കിൽ ആ ഭൂമിയുമായി നേരത്തെ ബന്ധമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇടയിൽ തന്നെ ആരുടെയെങ്കിലും കൂടെ ഔട്ട്സൈഡിൽ നിന്ന് വന്ന് കയറുന്നതായിരിക്കും. അങ്ങനെയുള്ള എനർജികളാണ് ഈ ചില പ്രശ്നങ്ങളാകുമ്പോഴാണ് അത് പുറത്തറിയുന്നത്. പ്രശ്നമില്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കും.
നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ സന്ധ്യാനാമമൊക്കെ ചൊല്ലുന്നുണ്ട്, നിരന്തരം അത്തരം അമ്പലത്തിൽ പോകുന്നുണ്ട്, ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ഇത്തരം എനർജികൾ നമ്മളെ ബാധിക്കും. അത് ഒരു പരിധി വരെ അത്തരം എനർജികളെ നമ്മളെ ബാധിക്കാതിരിക്കും. പിന്നെ ഈ അന്ധമായുള്ള വിശ്വാസമുള്ളവർക്ക് അത് ബാധിച്ചെന്നും വരാം. ഭക്തിയാണെങ്കിൽ പോലും, അതൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും, അതിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഷാഡോ കണ്ട്, ഒരു ഷാഡോ നീങ്ങുന്ന കണ്ട്, അപ്പോൾ അവർ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. വേറെ ഒന്നും ചിന്തിക്കാതെ അവർ ആത്മാവെന്ന് തന്നെ അവർ സ്വയം അങ്ങ് ചിന്തിക്കും. കാരണം അവർ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. വിശ്വാസം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. അത് അപ്പോഴും കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇതേണക്ക് ഇത് വരുമ്പോൾ നമ്മൾ നോക്കണം. കാരണം ചില പൂച്ചയായിരിക്കാം, അപ്പുറത്തെ മതിലൂടെ നടന്നു പോകുന്ന എന്നതായിരിക്കാം ഈ വീടിനകത്ത് കാണുന്നത്. നമ്മൾ എത്തി നോക്കുമ്പോൾ പൂച്ചയെ കാണില്ല. അപ്പോൾ വിശ്വാസം കൂടിയിരുന്നാലും ഇതൊരു കുഴപ്പമാണ്. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണോ? അതൊക്കെ ഒരു പരിധിവരെ മനസ്സിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഈ എനർജികൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു, നമുക്ക് ഇത് എങ്ങനെയൊക്കെ കടന്നുകൂടാമെന്നും പറഞ്ഞു. ഇതിൻ്റെ ഒരു പരിഹാരം എന്തായിരിക്കും? ഇതിന് പരിഹാരം സാധാരണ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ ഉറവിടം കണ്ടെത്തി അതിനെ ആവാഹിച്ച് അവർ പ്രതിമയിലോ എന്തെങ്കിലും ആവാഹിച്ച് അതിനെ മോക്ഷപ്രാപ്തി എന്നുള്ള നിലയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇപ്പം പറഞ്ഞു ജ്യോത്സ്യന്മാരെ കാണുക, ഇതിൽ ശരിക്കുള്ള ജ്യോത്സ്യൻ ആരായിരിക്കും? നമുക്ക് ഇന്നത്തെ കാലത്ത് ശരിക്കുള്ള ജ്യോത്സ്യന്മാരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറച്ച് ആൾക്കാർ ഉണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വിദ്യകളെ തന്നെ ഒരു പ്രത്യേക ബഹുമാനം കൊടുത്ത് പൈസയ്ക്കല്ലാതെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. കണ്ടെത്തണം നമ്മൾ അത്തരം ആൾക്കാരെ കണ്ടെത്തുക. ഇതൊക്കെ ഈ കണ്ടെത്തലുകളും അവരിലേക്ക് എത്താനും ഒരു സമയമുണ്ടോ? തീർച്ചയായും അതിനുള്ള സമയമുണ്ട്. അതാണോ ഈ ആത്മാവിൻ്റെ സമയം? അതെ, തീർച്ചയായും. അവിടെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാന സമയം, അതായത് അവിടെ ആ വീടുമായി ബന്ധമുള്ള ആ ഒരു അവസാന സമയം ആ ആളിനെ ചെന്ന് കാണുന്ന നിമിഷം വരെ കാണുകയുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ആളുടെ അടുത്ത് എത്തുന്നത്. അതെ, തീർച്ചയായും. ചിലപ്പോൾ അയാളിലൂടെ ആയിരിക്കാം ഇതിനെ എടുത്ത് മാറ്റുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ അങ്ങേക്ക്? ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഏതെങ്കിലും ബാധകൾ? നമ്മുടെ ഒരു പോറ്റിയുണ്ട്. അപ്പോൾ അദ്ദേഹം ബാധാപ്രശ്നമൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചില കാര്യങ്ങൾക്ക് പോകാറുണ്ട്, കാണാൻ പോകാറുണ്ട്, അല്ലാതെ വർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതേ കണക്ക് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ലൈവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് ബോഡിയിലേക്ക് കയറി വരും. അവിടെയുള്ള ആരെങ്കിലും ബോഡിയിൽ അത് കയറി വന്ന് അത് സംസാരിച്ച് അത് അവിടെ വെച്ച് അതിനെ തീർത്ത് ക്ലിയർ ചെയ്തങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. വേണിച്ചേട്ടൻ ഈ ആത്മാവുമായിട്ട് സംസാരിക്കാറുണ്ട്? ഞാൻ സംസാരിക്കാറുണ്ട്. എന്തായാലും എങ്ങനെയാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കും പോലെയാണ്? തീർച്ചയായും. എനിക്ക് കൂടുതലും അങ്ങനെ ഒരു മനുഷ്യനിലൂടെ കയറി വന്ന് സംസാരിക്കുന്നതായിരിക്കാം എനിക്ക് കൂടുതലും ഇഷ്ടം. കാര്യം വ്യക്തതയുണ്ടോ? ഞാൻ കൂടുതലും ഓട്ടോ റൈറ്റിംഗ്. അതാണോ വ്യക്തതയ്ക്കാണോ അത്തരം? നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും. അതായത് ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ആത്മാവ് പ്രവേശിച്ച് അങ്ങേയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു പരിഹാരം അവരുമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്ത് വേണം, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് തൃപ്തിയാകും എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. മറ്റത് എങ്ങനെയാണ്? മറ്റത് അങ്ങനെയല്ല. അവർ വന്ന് നമ്മൾ ഓട്ടോ റൈറ്റിങ്ങിൽ വന്ന് കാര്യങ്ങൾ പറയും. അതിലും പരിഹാരം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പരിഹാരം കണ്ടെത്തി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. മറ്റ് അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് മാത്രമേ അതിനെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നമുക്കത് വ്യക്തമായിട്ട് വെളിയിൽ അത് പറയാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാവില്ല. അതാണ് കാര്യം. അവർ സൈലൻ്റായിട്ട് നിന്നങ്ങ് ഒഴിവാകും. ബഹളം വയ്ക്കാതെ സൈലൻ്റായിട്ട് നിന്ന് അവരുടെ ബോഡിയിൽ നിന്ന് മാറും. നമ്മളെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം മാറും. അങ്ങനെ വീട്ടിൽ വരുന്ന ആ ഒരു ദുരാത്മാവ് അല്ലെങ്കിൽ എനർജി, ആ വീട്ടിൽ ഏതെങ്കിലും വസ്തുക്കളിൽ അതിൻ്റെ എനർജിയുടെ സാന്നിധ്യം ഉണ്ടാവും? തീർച്ചയായും. ഈ കൂടുതലും ഈ പ്രായം ചെന്ന ആൾക്കാരുടെ ആത്മാവ്, ആ പ്രായം ചെന്ന് മരിച്ചു പോകുന്ന ആൾക്കാരുടെ ആത്മാക്കൾ, അതുപോലെ കുട്ടികളുടെ ആത്മാക്കൾ കൂടുതലും, മറ്റതല്ല ഇല്ലയെന്നല്ല, കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുട്ടികളാകുമ്പോൾ അവരുടെ ടോയ്സിൽ
ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവർക്കെപ്പോഴും. അപ്പോൾ അത്തരം ടോയ്സുകൾ നമ്മുടെ വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടുകയോ വെറുതെ കിട്ടുമ്പോൾ കൊണ്ടുവയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പുലിവാലാകും. അപ്പോൾ വഴിയിൽ കിട്ടുന്ന ഒരു സാധനം വീട്ടിൽ കൊണ്ടുവരും. അത് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ചില കാര്യങ്ങളൊന്നും.